ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫ്രൂട്ട് സ്ട്രീറ്റ് പദ്ധതിക്ക് തുടക്കമായി. പഴങ്ങാട് ജംഗ്ഷനിൽ നിന്ന് കണ്ടക്കടവ് റോഡിലേക്കുള്ള 1 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷിയാസ് MLA നിർവഹിച്ചു. ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പരിപാലനത്തിൽ പ്രദേശവാസികളും വിവിധ സന്നദ്ധ സംഘടനകളും പങ്കാളികളാകും. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഫ്രൂട്ട് സ്ട്രീറ്റ് പദ്ധതിക്ക് തുടക്കമായി. കണ്ടക്കടവ് റോഡിലുള്ള കുമ്പളങ്ങി നൈറ്റ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് ഷിയാസ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. കുമ്പളങ്ങി ബാക്ക് വാട്ടർ ടൂറിസം മാത്രമല്ലല്ലോ, നമുക്ക് മോഡൽ ടൂറിസം വില്ലേജിൻ്റെ പരിധിയിൽപ്പെടുത്തി സർക്കാർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയിട്ടില്ല. ടൂറിസം രംഗത്ത് ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ ഈ പ്രദേശത്തിനുള്ളത്. അത് പരമാവധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെപ്പോലെ ഉള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഈ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത ഒരു 10 വർഷക്കാലത്തിനിടയിൽ അവർ നേടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പഴങ്ങാട് കവലയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളമാണ് ഫ്രൂട്ടുകൾ നട്ടുകൊണ്ടുള്ള ഒരു സ്ട്രീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 തൈകൾ പ്രധാനമായിട്ടും നമ്മളിവിടെ നടന്നുണ്ട്. നമ്മുടെ സാധാരണയുള്ള മാവ്, പ്ലാവ്, റംബൂട്ടാൻ, സപ്പോട്ട അടക്കമുള്ള ഇതുണ്ടെങ്കിലും സ്പെഷ്യലായിട്ട് ബറാബ ഒരു നമ്മുടെ ആഫ്രിക്കൻ ഇതാണ്. അതോടൊപ്പം തന്നെ വിയറ്റ്നാം പ്ലാവ് ആദ്യമായിട്ടാണ് കുമ്പളങ്ങിയിലും ബറാബ നടുന്നത്. അത് ഈ സ്ട്രീറ്റിന്റെ പ്രവർത്തനമാണ് ബറാബ. പഴങ്ങനാട് ജംഗ്ഷനിൽ നിന്ന് കണ്ടക്കടവ് റോഡിലേക്കുള്ള 1 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വിവിധ ഫലവൃക്ഷ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഹരിത കേരള മിഷന്റെ സൗജന്യ തൈകളും നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും സഹകരണവുമാണ് പദ്ധതിക്ക് കരുത്താകുന്നത്. മാവ്, പ്ലാവ്, പേര, ഞാവൽ, റംബൂട്ടാൻ, സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങൾക്കൊപ്പം പൂവെള്ള സാഹചര്യത്തിൽ വളരുന്ന ചില സസ്യങ്ങളും പദ്ധതിയുടെ ഭാഗമാകും. തൈകളുടെ സംരക്ഷണ ചുമതല പ്രദേശവാസികൾ, നേർച്ച ക്ലബ്, ഹോം സ്റ്റേ ഉടമകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കായി വിഭജിച്ചു നൽകും. 9ാം വാർഡ് അംഗം അനഘ ജോസിന്റെയും 10ാം വാർഡ് അംഗം TD സജീവിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് തലത്തിൽ 2000-ഓളം ഫലവൃക്ഷ തൈകളും സ്കൂളുകൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കുമായി വിതരണം ചെയ്തു. 1973 ജൂൺ 5 മുതലാണ് 72 തീരുമാനിച്ചു. 73 മുതൽ 150-ലധികം രാജ്യങ്ങളിൽ ഈ ദിവസം ഇത് ആഘോഷിക്കപ്പെടുകയാണ്. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ബോധം എല്ലാവരിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ഇത്ര പ്രാധാന്യത്തോടു കൂടി തന്നെ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുകതിന്ന പകലിനും ദേശമുണ്ട്. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുകതിന്ന പകലിനും ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി മൂല്യം നേടൂ മുത്തൂറ്റ് ഫൈനാൻസിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വർണ്ണവിലയുടെ 85% വരെ ലോൺ. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ. ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത മുത്തൂറ്റ് ഫൈനാൻസ് ബ്രാഞ്ച് സന്ദർശിക്കൂ.